ഹായ് എല്ലാവർക്കും വീണ്ടും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും അഞ്ചാറോളം കമ്പനീസിൻ്റെ 10-15-20 വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്നലെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 കമ്പനീസിൻ്റെ 10-20 വേക്കൻസീസ് ആയിട്ടാണ് ഇന്നലെ നിങ്ങളിലേക്ക് ഞാൻ എത്തിയത്. ഇന്നും അതുപോലെ തന്നെ 5 കമ്പനീസിൻ്റെ 10-20 വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുബാദാല ഹെൽത്ത് കെയറിലേക്കുള്ള വേക്കൻസീസ് ഉണ്ട്. രണ്ടാമതായിട്ട് ദുബായ് ലണ്ടൻ ഇൻവെസ്റ്റേഴ്സ് LLCയിലേക്കുള്ള വേക്കൻസീസ് ഉണ്ട്. പിന്നെ വരുന്ന ഡാർവഷ് ഇൻവെസ്റ്റേഴ്സ് ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയിലേക്കുള്ള വേക്കൻസീസ് ഉണ്ട്. പിന്നെ അൽ അഹല്യ സ്കൈയിലേക്കുള്ള വേക്കൻസി, പിന്നെ ആഡം വൈറ്റ്ല ഹെൽത്ത് കെയർ ഗ്രൂപ്പിലേക്കുള്ള വേക്കൻസി. ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 5 കമ്പനീസിന്റെ വേക്കൻസീസ് ആണ്. ഒരു അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട്, നേഴ്സ് വേക്കൻസി ഉണ്ട്, IT അസിസ്റ്റന്റ് വേക്കൻസി ഉണ്ട്, പീഡിയാട്രീഷ്യൻ, റേഡിയോളജിസ്റ്റ്, അങ്ങനെ പല വേക്കൻസീസ് വരുന്നുണ്ട്. ഞാൻ ആദ്യം ബ്രീഫ് ചെയ്യാം. ആദ്യം മുബാദല ഹെൽത്ത് കെയറിലേക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 വേക്കൻസീസ് വരുന്നുണ്ട്. കൺസൾട്ടന്റ് ഫാമിലി മെഡിസിൻ, പിന്നെ ഗൈനക്കോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, രജിസ്റ്റേർഡ് നേഴ്സ്, ലേസർ ടെക്നീഷ്യൻ ആയിട്ട്, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ടെക്നീഷ്യൻ. പിന്നെ വരുന്നത് സീനിയർ രജിസ്റ്റേർഡ് നേഴ്സ് OPD. ഇതേപോലത്തെ ഓൾമോസ്റ്റ് ഒരു 5-6 വേക്കൻസീസ് ആയിട്ടാണ് മുബാദല ഹെൽത്ത് കെയറിലേക്ക് വേക്കൻസീസ് വന്നേക്കണം. അവർ ലിസ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ ബയോഡാറ്റ അയക്കേണ്ടത് career@mubadalahealth.ae എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കേണ്ടത്. പിന്നെ വരുന്നതാണ് ദുബായ് ലണ്ടൻ ഇൻവെസ്റ്റ്മെന്റ് LLCയിലേക്ക് ഒരു അക്കൗണ്ട് റിസീവബിൾസിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. recruitment@dli.ae എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് മൂന്നാമതായിട്ട് വരുന്ന കമ്പനിയാണ് ഡാർവിഷ് ഇൻവെസ്റ്റേഴ്സ് ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനി. അതിലേക്ക് ചീഫ് അക്കൗണ്ടന്റ് ആയിട്ടാണ് വേക്കൻസി വരുന്നത്. ഇത് ദോഹയിലാണ്. ബാക്കി മുമ്പ് പറഞ്ഞ 2 കമ്പനിയും ദുബായിലേക്കാണ്, UAEയിലേക്കാണ്. ഈ ഡാർവിഷ് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റി മാനേജ്മെന്റിലേക്ക് ചീഫ് അക്കൗണ്ടന്റ് ആയിട്ട് വേക്കൻസി വരുന്നത് ദോഹയിലേക്കാണ്. remi.s@darvish.com.qa എന്ന് പറഞ്ഞ മെയിലിലേക്കാണ് നിങ്ങൾക്ക് മെയിൽ അയക്കേണ്ടത്. മെയിൽ ID ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ നാലാമതായിട്ട് വരുന്ന കമ്പനിയാണ് അൽ അഹല്യ സ്കൈ. അതിലേക്ക് IT അസിസ്റ്റന്റ് ആയിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. ദുബായിലാണ്. HR@alahilyasky.ae എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. പിന്നെ 5-മതായിട്ട് വരുന്ന കമ്പനിയാണ് ആഡം വില്ല ഹെൽത്ത് കെയർ ഗ്രൂപ്പിലേക്ക്. അതിലേക്ക് വരുന്നതാണ് ഒരു 3 വേക്കൻസീസ് വരുന്നുണ്ട്. സീനിയർ പീഡിയാട്രീഷ്യൻ, റേഡിയോഗ്രാഫർ, പിന്നെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സ്, അങ്ങനെ പല വേക്കൻസീസ് വരുന്നുണ്ട്. മെയിൽ അയക്കേണ്ടത് career@adamvilla.ae. അപ്പം ഈ പറഞ്ഞ 5 കമ്പനീസിന്റെ വേക്കൻസിയിലേക്ക് മെയിൽ അയക്കുമ്പോൾ അവർ പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ബയോഡാറ്റ അറ്റാച്ച് ചെയ്തിട്ട് ബോഡിയിൽ നിങ്ങളെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട്, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണിത്, ബോഡിയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് സബ്ജക്റ്റിൽ എന്താണെങ്കിലും നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. CV ടു ദ പൊസിഷൻ ഓഫ് രജിസ്റ്റേർഡ് നേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് അയക്കണം. അല്ലെങ്കിൽ CV ടു ദ പൊസിഷൻ ഓഫ് അക്കൗണ്ട് റിസീവേഴ്സ്. കാരണം അവർക്ക് 10-15 വേക്കൻസീസ് അവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 10-15-20 ആൾക്കാർ, 100 ആൾക്കാർ ഒരു വേക്കൻസിയിലേക്ക് തന്നെ അവരൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് അവർ പറഞ്ഞ കാര്യമാണ്, സ്പെഷ്യലി വേക്കൻസിയിലേക്ക് ബയോഡാറ്റ അയക്കുമ്പോൾ നിങ്ങളുടെ പേര് കൊടുത്തിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽ ഒന്ന് കൊടുത്തിരിക്കണം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സബ്ജക്റ്റിൽ CV ടു ദ പൊസിഷൻ ഓഫ് സീനിയർ അക്കൗണ്ടന്റ്, ഒരു എക്സാമ്പിൾ പറയുന്നത് CV ടു ദ പൊസിഷൻ ഓഫ് സീനിയർ അക്കൗണ്ടന്റ്. അത് കഴിഞ്ഞിട്ട് ബോഡിയിലേക്ക് വരുമ്പോൾ മൈസെൽഫ് ദിസ്, മൈ നെയിം ഈസ് ദിസ്. മൈ നെയിം ഈസ് എന്ന് പറയുന്നതിന് പകരമാണ് മൈസെൽഫ് പേര് പറയുക. അതിനുശേഷം ഐ ഹാവ് ഓൾമോസ്റ്റ് ദിസ് മച്ച് ഇയർ ഓഫ് എക്സ്പീരിയൻസ്, ഐ എം കറന്റ്ലി വർക്കിംഗ് ഇൻ ദിസ് പ്രോപ്പർട്ടി ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർ an opportunity in your company as this. So please find the below attached biodata for your reference എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ മെയിൽ അയക്കാൻ. അതുപോലെ തന്നെ ബയോഡാറ്റയുടെ പേര്, ബയോഡാറ്റ നിങ്ങൾ അയക്കുമ്പോൾ, ബയോഡാറ്റ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ബയോഡാറ്റയ്ക്ക് എന്താണെങ്കിലും ഒരു പേരുണ്ടല്ലോ. CV എന്ന് എല്ലാവരും ഇടുന്നത് CV1, CV2, CV3 അങ്ങനെയാണ് ഇടുന്നത്. അല്ലെങ്കിൽ അഡോബ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അഡോബ് സ്കാൻ CV എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നത്. മാക്സിമം നിങ്ങൾ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ പേര്, നിങ്ങൾ ഏത് ഡെസിഗ്നേഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതും കൂടി നോക്കണം. എന്ന് വെച്ചാൽ അക്കൗണ്ടന്റ്, ബയോഡാറ്റ, പേര്, അങ്ങനെ ബയോഡാറ്റ അറ്റാച്ച് ചെയ്യുക. അവർക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാനും അതുപോലെ തന്നെ സെർച്ച് ചെയ്യുമ്പം കിട്ടാനും എളുപ്പത്തിന് വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. ഈ ടിപ്സാണ്. അപ്പോൾ
ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ, സൈനിങ് ഓഫ്. നാളെയും ഓൾമോസ്റ്റ് 6-7 കമ്പനീസ് ആയിട്ട് വരുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ജോബ് ഇല്ലാത്തവരിലേക്ക് സപ്പോർട്ട് ചെയ്യുക. ഈ വേക്കൻസീസ് കൂടുതലും യൂസ്ഫുൾ ആകുന്നത് ദുബായിലേക്ക് ജോബ് നോക്കുന്നവർ, അതായത് ഇന്ത്യയിൽ നിന്ന് ജോബ് നോക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ദുബായിൽ വിസിറ്റിംഗ് എടുത്ത് പോയി ജോബ് നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അവിടുന്ന് മാറി ചേഞ്ച് ചെയ്യാൻ ജോബ് നോക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോസ് ആയിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യം വരുന്നത്. വീണ്ടും കാണുന്നോടം വരെ ബൈ ബൈ, സൈനിങ് ഓഫ്, ഈഗിൾ എച്ച് ജോബ്സ്.